ഭാഗത്തല്ലേ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? ഇതാട്ടോ സൂപ്പർ ഒരു ഗ്ലാസ് വെള്ളം ഇതിനുള്ളിൽ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉച്ചയാവാറായിട്ടോ, നല്ല ചൂടായില്ലേ. ഈ ചൂട് കാലത്ത് നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് വെള്ളം. എല്ലാവർക്കും അറിയാലോ. വെള്ളം കുടിക്കാന്ന് വെച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ അത്രയും സ്വാദ് ഉണ്ടാവില്ല, കുറച്ച് കഴിക്കുമ്പോൾ വേണ്ടാന്ന് തോന്നും നമുക്ക്. അപ്പോൾ നമുക്ക് സംഭാരം ഉണ്ടാക്കി കഴിക്കാം. പല തരത്തിലുള്ള സംഭാരങ്ങളുണ്ട്, അതുണ്ടാക്കി കഴിക്കാട്ടോ. ഞാൻ പണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഇട്ടിട്ടുണ്ട്, സംഭാരത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ ഒരു സംഭാരം ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇങ്ങനെ വെള്ളം കുടിക്കാൻ തോന്നിക്കാനും എൻ്റെ ഒരു 10 മണിയാകുമ്പോൾ ബെസ്റ്റ് ഒരു സംഭാരം ഉണ്ടാക്കി വയ്ക്കുക. സംഭാരം ഉണ്ടാക്കി വെച്ചിട്ട് പാത്രം നിറയെ വയ്ക്കുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുക. ഇതിൽ ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ പോകുന്ന ഉപ്പൊക്കെ ഉണ്ടല്ലോ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ സംഭാരം നല്ലതാണ്. മധുരത്തിനേക്കാളും ഉപരി സംഭാരമാണ് ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മോര് കൊണ്ട് ഉണ്ടാക്കുന്ന സംഭാരമാണ്. പലതരം സംഭാരം ഉണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് മോര് സംഭാരമാണ് ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം, പച്ചമുളക് ഇടാം. ഞാനിടാൻ പോകുന്നത് കറിവേപ്പില അല്ല, ഇന്ന് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ. നാരകത്തിൻ്റെ ഇലയും പിന്നെ പച്ചമുളക് എന്ന് വെച്ചാൽ കാന്താരി മുളക് കുറച്ച് പൊട്ടിക്കാം, അത് കുറച്ച് ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ലൊരു സംഭാരം ഉണ്ടാക്കാം കേട്ടോ. വരും. അവിടെ സുഭാഷ് പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ശബ്ദം കേൾക്കണില്ലേ? ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് പോയി വാങ്ങാം കേട്ടോ. ഇതാണ് കേട്ടോ മോര്. ഇപ്പം ഞാൻ എന്താ വളപ്പിൽ പോയിട്ട് 2-3-4 നാരകത്തിൻ്റെ ഇല പൊട്ടിച്ച് കഴുകി വെച്ചതാണ്. പിന്നെ പച്ചമുളക്, ഇത് കാന്താരി മുളക്, നമ്മുടെ തെങ്ങിൻ്റെ കിടക്ക് നിൽക്കണ കാന്താരിമ മുളക് ഉണ്ടായിട്ടുണ്ട്. ഈ മുളക് എടുക്കാം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം. എന്നിട്ട് നമുക്ക് സൂപ്പറായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ടിട്ട് ഒറ്റ കറക്കാം, അരയൊന്നും വേണ്ട. ഇത് പൊട്ടിച്ചിട്ടാലും മതി കേട്ടോ. ഇത് നാരകത്തിൻ്റെ ഇല. ഇനി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇതിലിടാം കേട്ടോ. എന്നിട്ട് അടിക്കാം. കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഒറ്റ കറക്കാം. അരഞ്ഞ് ബെസ്റ്റായിട്ട് കേട്ടോ. കച്ചി വെള്ളം ഒഴിച്ചിരിക്കാം. ഒരു ഗ്ലാസ് മോരൊഴിച്ചു. വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പം സംഭാരം റെഡി. ഇങ്ങനെ ഒരു പാത്രം വെള്ളം ഉണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഇത് കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇല ആക്കിയും തിളച്ചായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ച് വയ്ക്കാൻ വേണമെങ്കിൽ, അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ ഇതിൽ പെട്ടെന്നായിരിക്കും. നിങ്ങൾക്കിങ്ങനെ ഇല ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ അരിച്ച് വയ്ക്കാം. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിത് കുടിക്കാൻ പോവാണ്. ഉപ്പ് നോക്കട്ടെ ആദ്യം തന്നെ. നല്ല എരിവുണ്ട് കേട്ടോ. ഇന്ന് ഞാനിടണം ഉപ്പ് എന്താണെന്നറിയോ, മറ്റു ഉപ്പ് അധികം കഴിക്കണ്ടെന്ന് വെച്ചു. റോക്ക് സോൾട്ട് ഇടാം കേട്ടോ. പ്രഷറുള്ള ആൾക്കാർക്ക് അധികം ഉപ്പുള്ള കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് റോക്ക് സോൾട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ റോക്ക് സോൾട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ.
അല്ല സാധാരണ അസുഖങ്ങളൊന്നും ഇല്ല, പ്രഷർ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഉപ്പിട്ടോളും. നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പായിട്ട് കുറേ ഉപ്പൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് ഇടുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കാര്യമായിട്ട് പ്രഷറുള്ള ആൾക്കാരാണെങ്കിൽ ഉപ്പധികം കഴിക്കണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇന്ന് സോഡിയം ക്ലോറൈഡ് അല്ല, റോക്ക് സോൾട്ടാണ് കേട്ടോ. അധികം പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയണത്. സൂപ്പർ. ജയശ്രീ തരട്ടെ? ഇത് ഇല നരിച്ച് കളയല്ലേ? അരിപ്പെടുത്തിട്ടേ ഇലന്ന് കളയാം. ഓരോ ഇല ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുടിച്ചാണ്ടല്ലോ സൂപ്പറാണ്. അടിപൊളി. ഉപ്പ് പാകത്തിനല്ലേ? ഉപ്പ് ഇത്തിരി കുറവാണ്, കുറച്ചിട്ടതാ. ഞാൻ കളയുന്നില്ല. അല്ല നമ്മളാൾക്കാർക്ക് ദാഹിക്കുന്ന കുടിച്ചോട്ടെ, വേണമെങ്കിൽ കൊടുക്കാൻ ഗ്ലാസ് മതി മതി. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? ഇതാട്ടോ സൂപ്പർ ഒരു ഗ്ലാസ് വെള്ളം. ഇതിനുള്ളിൽ ചെറിയ പൊടിയുണ്ട്, ഇലയുടെ പൊടിയുണ്ട്, കുഴപ്പമില്ല. ഇതൊക്കെ നല്ലതാണ് ചെല്ലണത്. കറിവേപ്പില ഇടാം, നാരങ്ങയുടെ ഇടാം. 2 ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇത്തിരി സമാധാനവും. അപ്പോൾ ഇത്തിരി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നല്ല ഒരു ദിവസം ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. ഇങ്ങനെ സംഭാരം ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് കുടിച്ച് നമ്മുടെ ക്ഷീണം തീർക്കുക. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു, ലേശം കുടിച്ചു. ഞാൻ രാജനും കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ തരാം കേട്ടോ. നല്ല സ്വാദുണ്ട്. ഇതുണ്ടാക്കി വയ്ക്കുക, അതിൽ ചിലവൊന്നുമില്ല കേട്ടോ. ബെസ്റ്റ് സാധനമാണ്. കഴിച്ചിരിക്കണം നിർബന്ധമായിട്ടും. വെള്ളം കുടിക്കണം. നമ്മുടെ നിർജ്ജലീകരണം മാറാനായിട്ട് വെള്ളം അത്യന്താപേക്ഷിതമാണ്. പിന്നെ വിയർപ്പായിട്ട് ഞാൻ പറഞ്ഞൊരു ഉപ്പൊക്കെ നഷ്ടപ്പെടുന്നതിന് പകരം ഇത്തിരി ഉപ്പിട്ടിട്ട് നല്ലതാണ് കഴിക്കണത്. ക്ഷീണം മാറും. സൂപ്പറാണ്. ആ ചേട്ടൻ കൊടുക്കട്ടെ കേട്ടോ.